Long years ago, we made a tryst with destiny, and now the time comes when we shall redeem our pledge, not wholly or in full measure, but very substantially. ലോകമുറങ്ങുമ്പോൾ ഉയരെടുത്ത ഒരു രാജ്യത്തിൻ്റെ കഥയാണിത്. സ്വാതന്ത്ര്യം സന്തോഷം മാത്രമല്ല, വലിയ ഉത്തരവാദിത്വവുമാണെന്ന് തിരിച്ചറിഞ്ഞ രാജ്യത്തിൻ്റെ കഥ. നൂറ്റാണ്ടുകൾ നീണ്ട നിരന്തര സമരങ്ങൾക്കന്ത്യമായി. ഒടുവിൽ വെള്ളപ്പട പടിയിറങ്ങി. ചരിത്രം ഇന്ത്യക്കാരെ സ്വാതന്ത്ര്യത്തിനായി തിരഞ്ഞെടുത്തു കഴിഞ്ഞു. ഇനി തിരഞ്ഞെടുക്കേണ്ടത് ഈ ജനതയാണ്. സ്വന്തം വിധിയെ, സ്വന്തം നേതൃത്വത്തെ, സ്വന്തം നിയമങ്ങളെ എല്ലാം തിരഞ്ഞെടുക്കണം. ചരിത്രത്തിൻ്റെ ആ തിരഞ്ഞെടുപ്പുകളുടെ കഥ ഇവിടെ തുടങ്ങുന്നു. ഇന്ത്യൻ വോട്ട് കഥ. ഇത് ഇന്ത്യ നടത്തിയ വോട്ടെടുപ്പുകളുടെ മാത്രം കഥയല്ല, ഈ നാടിൻ്റെയും കഥയാണ്. ഇന്ത്യ എന്ന രാജ്യം അതിൻ്റെ ലോക്സഭയിലേക്ക് നടത്തിയ 15 തെരഞ്ഞെടുപ്പുകളുടെ കഥകളിലേക്ക് നമുക്കെത്താം. അതിനു മുമ്പ് സ്വാതന്ത്ര്യം നേടിയ 1947 മുതൽ ആദ്യ തെരഞ്ഞെടുപ്പ് ആരംഭിച്ച 1951 വരെയുള്ള ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കിയിരിക്കണം. അന്ന് മാത്രം ജനിച്ചു വീണ ഒരു ചോര കുഞ്ഞായിരുന്നു ഭാരതം എന്ന ഇന്ത്യ. ചോരയുടെ നിറമായിരുന്നു ആ ദിവസങ്ങൾക്ക്. സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയ ആകാശം താഴെ കണ്ടത് ലോകം കണ്ട ഏറ്റവും വലിയ പലായനങ്ങളിലൊന്നാണ്. ഒന്നായിരുന്ന ഇന്ത്യ 2 രാജ്യമായി, 3 കഷണമായി. പടിഞ്ഞാറ് പഞ്ചാബ് മുറിഞ്ഞ് പാകിസ്ഥാനായി, കിഴക്ക് ബംഗാൾ മുറിഞ്ഞ് ബംഗ്ലാദേശും. റാഡ്ക്ലിഫ് എന്ന സായിപ്പ് ഭൂപടത്തിൽ വരച്ചു കുറിച്ചത് ലക്ഷങ്ങളുടെ തലവര മാറ്റി വരച്ചു. വേരറുത്തുമാറ്റി ലക്ഷങ്ങൾ പുതിയ ദേശം തേടി അലഞ്ഞു. മതം നോക്കി പരസ്പരം കൊന്ന് 10,000 അലച്ചിൽ അവസാനിപ്പിച്ചു. ഗാന്ധിജി എന്ന് കൽക്കട്ടയിലായിരുന്നു. ഹിന്ദു മുസ്ലിം ലഹള നടക്കുന്നതുകൊണ്ട് അവിടെ സമാധാനം ഉണ്ടാക്കാനുള്ള പ്രവർത്തനത്തിലാണ് ഗാന്ധിജി ഏർപ്പെട്ടിരുന്നത്. ഞാനും ഒന്നവിടെ ഈ ശാന്തിനികേതനത്തിലെ ഒരു ഗവേഷണ വിദ്യാർത്ഥി ആയതുകൊണ്ട് ഗാന്ധിജി ആവശ്യപ്പെട്ട പ്രകാരം ശാന്തിനികേതനത്തിലുള്ള ആളുകളെല്ലാം സമാധാന പ്രവർത്തനത്തിന് അവിടെ പോയി. നവഖാലി എന്ന് പറയുന്ന ബംഗാൾ പ്രദേശത്ത് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നു. ബീഹാറിൽ കൊന്നു. ബംഗാളിലും പഞ്ചാബിലും ഇന്ത്യയുടെ വടക്കേ ഇന്ത്യ മുഴുവൻ അനവധി ലക്ഷം ആളുകൾ മരിച്ചു. ആളുകൾ വീട് വിട്ട് ഓടിപ്പോയി. പാകിസ്ഥാനിൽ നിന്ന് ഹിന്ദുക്കളോട് ഇങ്ങോട്ട് വന്നു. സ്വാതന്ത്ര്യം കിട്ടി 6 മാസം കൂടിയായിട്ടില്ല. സ്വാതന്ത്ര്യം എന്ന കിനാവ് കാണിച്ച് ലക്ഷങ്ങളെ കൈപിടിച്ച് നടത്തിയ ബാപ്പുവും വിടവാങ്ങി. ബിർള മന്ദിരത്തിൽ വെച്ച് നാഥുറാം വിനായക് ഗോഡ്സെ മഹാത്മാവിന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾക്ക് അവസാനമിട്ടു. നെഹ്റു ലോകത്തോട് പറഞ്ഞു, വെളിച്ചം പോയിരിക്കുന്നു, ഇനി എല്ലാം ഇരുട്ടാണ്, ഇരുട്ട് മാത്രം. The light has gone out of our lives and there is darkness everywhere. And I do not quite know what to tell you and how to say it. Our beloved leader, Bapu as we called him, the father of the nation, is no more. ഇരുട്ട് തന്നെയായിരുന്നു നെഹ്റുവിനും സംഘത്തിനും ചുറ്റും. ഏത് ഭരണാധികാരിയും പകച്ചു പോകുന്ന ഇരുട്ട്. കൊല്ലാനും കൊല്ലിക്കാനും ഒരുങ്ങി നിൽക്കുന്ന മതഭ്രാന്ത്. നൂറ്റാണ്ടുകൾ വിഷം കൊടുത്തു വളർത്തിയ ജാതി വ്യവസ്ഥ. സമ്പന്നമായ ദാരിദ്ര്യം. അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ. ഇന്ത്യ ഒരു പരാജയമാകുമെന്ന് ആണയിടുന്ന വിദേശ നിരീക്ഷകർ. അടുത്ത കാലം വരെ സ്വദേശമായിരുന്ന പാകിസ്ഥാൻ അപ്പോഴേക്കും വിദേശമായി കഴിഞ്ഞിരുന്നു. കശ്മീർ കീഴടക്കാൻ പാക് പട്ടാളം വന്നു.
ഇനിയും ഇന്ത്യയായിട്ടില്ലാത്ത കാശ്മീരിലേക്ക് സ്വന്തം സേനയെ അയക്കാൻ നെഹ്റു എന്ന വിശ്വപൗരന് ആദ്യം മനസ്സ് വന്നില്ല. അങ്ങനെ കശ്മീർ ഇന്ത്യയിൽ ചേർന്നു. തുടർന്ന് ഇന്ത്യയുടെ സൈനിക നടപടി. ഇന്ത്യയുടെ വൈവിധ്യം പോലെ തന്നെ വൈവിധ്യമായിരുന്നു ആദ്യകാലത്തെ ആശങ്കകൾക്ക്. ആദ്യ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ചെയ്തു തീർക്കാൻ പിന്നെയും ജോലി ബാക്കിയായിരുന്നു. 600ഓളം നാട്ടുരാജ്യങ്ങൾ, ഒന്നിനൊന്ന് കണ്ടുകൂടാത്ത രാജാക്കന്മാർ, ഇന്ത്യയിലോ പാകിസ്ഥാനിലോ അല്ലെങ്കിൽ സ്വന്തമായോ നിൽക്കാൻ അവസരം. ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലും സംസ്ഥാന കാര്യങ്ങൾക്കുള്ള വകുപ്പ് സെക്രട്ടറി VP മേനോനും ചേർന്ന് ഇന്ത്യക്ക് ഇന്ത്യയുടെ രൂപം നൽകാൻ കൊണ്ടുപിടിച്ച ശ്രമം. ചർച്ചകളും ധാരണകളും വഴി നാട്ടുരാജ്യങ്ങൾ ഒരു രാജ്യമായി മാറിക്കൊണ്ടിരുന്നു. ജുനാഗഡ് ഹിതപരിശോധന വഴി ഇന്ത്യയിൽ, ഹൈദരാബാദിൽ സൈനിക നടപടി, പിന്നെ പലതാക്കാൻ പറ്റാത്ത വിധം രാജ്യത്തെ ഒന്നാക്കി മാറ്റി. हमारा दिल हिंदुस्तान से भरना चाहिए और हिंदुस्तान के लिए हमारी वफादारी. 1949 നവംബർ 26 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആദ്യ പ്രസിഡന്റായി. ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിലെ കമ്മിറ്റി തയ്യാറാക്കിയ ഭരണഘടന അംഗീകരിച്ചു. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അതിനായി വിയർപ്പൊഴുക്കി. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നു. പുതിയ ഭരണഘടന അനുസരിച്ചാണ് തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. പുതിയ ലോക്സഭ നിലവിൽ വരുന്നതുവരെ ഭരണഘടനാ നിർമ്മാണ സമിതി താൽക്കാലിക പാർലമെന്റായി തുടരാൻ തീരുമാനിച്ചു. ഇന്ത്യ അങ്ങനെ അതിന്റെ ആദ്യ വോട്ട് ചെയ്യാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. 1949 തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചു. 1950 മാർച്ചിൽ സുകുമാർ സെൻ ആദ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റു. തൊട്ടടുത്ത മാസം ഇന്ത്യൻ ജനപ്രാതിനിധ്യ നിയമം പാർലമെന്റിൽ പാസായി. 1951 തന്നെ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് അന്ന് നെഹ്റു സഭയിൽ പറഞ്ഞു. ഇന്ത്യയുടെ ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് എന്ന ജനാധിപത്യ ലോകം കണ്ട ഏറ്റവും വലിയ പരീക്ഷണത്തിന് അരങ്ങൊരുങ്ങി. അതിന് രാജ്യം കടപ്പെട്ടിരിക്കുന്നത് സുകുമാർ സെന്നിനോടാണ്. ഇന്ത്യയിൽ മറ്റൊരു ഉദ്യോഗസ്ഥനും നേരിട്ടിട്ടില്ലാത്ത വെല്ലുവിളികളാണ് 51 വയസ്സിൽ ഈ ബംഗാളി സിവിൽ സർവീസുകാരന് കീഴടക്കാനുണ്ടായിരുന്നത്. ലണ്ടൻ സർവകലാശാലയിൽ നിന്ന് ഗണിതശാസ്ത്രത്തിൽ സ്വർണ്ണ മെഡൽ നേടിവന്ന സുകുമാർ സെന്നിന് മുന്നിലുണ്ടായിരുന്ന കണക്കുകൾ ഒട്ടും ലളിതമായിരുന്നില്ല. വോട്ട് ചെയ്യാൻ പ്രായം തികഞ്ഞു നിൽക്കുന്ന 17,60,00,000-ലധികം വരുന്ന ജനസംഖ്യ. ഇതിൽ 4-3 പേർക്കും എഴുത്തും വായനയും അറിയില്ല. ഇവരെ വീടുതോറും കയറിയിറങ്ങി കണ്ടുപിടിക്കണം. അവരുടെ പേര് ചേർത്ത് വോട്ടർ പട്ടിക ഉണ്ടാക്കണം. പേര് ചേർക്കാൻ പോകുമ്പോഴറിയാം അതിന്റെ പൊല്ലാപ്പുകൾ. ഇന്നയാളുടെ അമ്മ, ഇന്നയാളുടെ ഭാര്യ എന്നല്ലാതെ സ്വന്തം പേര് പറയാൻ മടിക്കുന്ന സ്ത്രീകൾ ധാരാളം ഉണ്ടായിരുന്നു നാട്ടിൽ. പുരുഷന്മാരും ഒട്ടും മോശമല്ല. വോട്ടറാകുന്നതിന് മുമ്പ് പുരോഹിതന്റെയും ജമീന്ദാരുടെയും മുതലാളിയുടെയും അനുവാദം വാങ്ങണമെന്ന് പറയുന്ന പുരുഷന്മാർ നാട്ടിലുണ്ടായിരുന്നു. ഇവരെയൊക്കെ ചേർത്ത് വോട്ടർ പട്ടിക ഉണ്ടാക്കുന്നത് പ്രക്രിയയുടെ ആദ്യ ചുവട് മാത്രമായിരുന്നു. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഒന്നിച്ചായിരുന്നു തെരഞ്ഞെടുപ്പ്. അങ്ങനെ ആകെ 4500 സീറ്റുകളിലെ ജേതാക്കളെ കണ്ടെത്താനായിരുന്നു വോട്ടെടുപ്പ്. 1000 വോട്ടർക്ക് ഒരു ബൂത്ത് എന്ന ഏകദേശ കണക്കിൽ 2,24,000 ബൂത്തുകൾ ഒരുക്കി. ഉരുക്കിൽ 25 ലക്ഷം ബാലറ്റ് പെട്ടികൾ ഉണ്ടാക്കി. 10 ലക്ഷത്തോളം ഉദ്യോഗസ്ഥർ പോളിംഗ് ഡ്യൂട്ടിയെടുത്തു. 3000 സിനിമാ തിയേറ്ററുകളിൽ വോട്ടിന്റെ വിലയും വോട്ട് ചെയ്യേണ്ട വിധവും പറയുന്ന ലഘുചിത്രങ്ങൾ കാണിച്ചു. റേഡിയോയിലും ഈ വോട്ട് വിദ്യാഭ്യാസ പരിപാടി നടന്നു. നിരക്ഷരർക്ക് സ്ഥാനാർത്ഥിയുടെ പേര് നോക്കി പാർട്ടിയെ മനസ്സിലാക്കി വോട്ട് ചെയ്യാൻ എളുപ്പമല്ലല്ലോ. അതിനായി ചിഹ്നങ്ങൾ കണ്ടെത്തി, അതും സാധാരണ ജീവിതത്തിൽ നിന്ന്. അങ്ങനെ നുകം കെട്ടിയ കാളയും കുടിലും ആനയും വിളക്കുമൊക്കെ വന്നു. അന്നത്തെ ബാലറ്റ് പെട്ടി പിന്നെ കണ്ട ബാലറ്റ് പെട്ടി ആയിരുന്നില്ല. ബൂത്തിൽ ഓരോ പാർട്ടിക്കും ഓരോ പെട്ടി കൊടുക്കും. പെട്ടിയിൽ പാർട്ടിയുടെ ചിഹ്നവും. ഏത് പാർട്ടിക്കാണോ വോട്ട് ആ പാർട്ടിയുടെ പെട്ടിയിൽ ബാലറ്റ് ഇടണം. അതായത് പാർട്ടിയുടെ വോട്ട് പെട്ടിയുടെ പേരിൽ അറിയപ്പെട്ടു. അപ്പോഴും സംശയാലുക്കൾ ധാരാളമായിരുന്നു. അവരുടെ സംശയങ്ങളും. 21 വയസ്സ് തികഞ്ഞു എന്നതുകൊണ്ട് മാത്രം എല്ലാവർക്കും ഒരുപോലെ വോട്ടവകാശം നൽകണം. ജനാധിപത്യത്തിന്റെ അർത്ഥമറിയാത്തവരുടെയും വിദ്യാസമ്പന്നരുടെയും വോട്ടിന് ഒരേ വില നൽകണം. ജാതിയുടെയും മതത്തിന്റെയും സാമ്പത്തിക അന്തരത്തിന്റെയും വേലിക്കെട്ടുകൾ പൊളിച്ച് എല്ലാ ഇന്ത്യക്കാരും ഒരേ ക്യൂവിൽ നിന്ന് വോട്ട് ചെയ്യുമോ? സംശയങ്ങൾ പിന്നെയും പിന്നെയും ബാക്കിയായിരുന്നു. അവയ്ക്കെല്ലാം മറുപടി നൽകേണ്ടത് ജനാധിപത്യത്തിന്റെ ആവശ്യമായിരുന്നു. പാർട്ടികളും തെരഞ്ഞെടുപ്പിനൊരുങ്ങി. കോൺഗ്രസിനായിരുന്നു തുടക്കം മുതലേ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ. സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം സ്വന്തമാക്കിയവർ.
കോൺഗ്രസ് തുടക്കത്തിലെ വിജയമുറപ്പിച്ച തെരഞ്ഞെടുപ്പായിരുന്നു ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പുരുഷോത്തം ദാസ് ഠണ്ടൻ കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം വിട്ടൊഴിഞ്ഞു. നെഹ്റു കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം ഏറ്റെടുത്തു. വല്ലഭായ് പട്ടേൽ നിര്യാതനായ ശേഷം കോൺഗ്രസിൽ സമാനതകളില്ലാത്ത തലപ്പൊക്കത്തിലായിരുന്നു നെഹ്റു. തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇടക്കാല നെഹ്റു ക്യാബിനറ്റിലെ 2 സഹപ്രവർത്തകർ വേറെ പാർട്ടിയുണ്ടാക്കി. ശ്യാമപ്രസാദ് മുഖർജി ജനസംഘം രൂപീകരിച്ചു. ഭരണഘടനാ ശില്പി BR അംബേദ്കർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷനിൽ സജീവമായി. പിന്നീടത് റിപ്പബ്ലിക്കൻ പാർട്ടിയായി. ആചാര്യ കൃപലാനി കിസാൻ മസ്ദൂർ പ്രജാപരിഷത്ത് എന്ന പാർട്ടിയുണ്ടാക്കി. റാം മനോഹർ ലോഹിയും ജയപ്രകാശ് നാരായണും സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മുൻനിര നേതാക്കളായി. CPIയും തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെതിരെ ശക്തമായി ഇറങ്ങി. കൊൽക്കത്ത തീസിസും തെലങ്കാന സായുധ സമരവുമൊക്കെ കഴിഞ്ഞായിരുന്നു CPIയുടെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്കുള്ള വരവ്. അന്ന് കോൺഗ്രസിൻ്റെ ഏകാധിപത്യപരമായ സമീപനത്തെ എതിർത്തുകൊണ്ട് ഇടതുപക്ഷങ്ങൾ ശക്തമായി ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കാനും പുരോഗതിയിലേക്ക് സഭയെ നയിക്കാനും വർഗീയവാദികൾക്കെതിരായി പോരാടാനും ഉള്ള മുദ്രാവാക്യം വെച്ചുകൊണ്ടാണ് അന്ന് CPIഎമ്മും ഇടതുപക്ഷങ്ങളും പ്രവർത്തിക്കുന്നത്. തമിഴ്നാട്ടിലെ ദ്രാവിഡ കഴകം, പഞ്ചാബിലെ അകാലി, ബീഹാറിലെ ഝാർഖണ്ഡ് പാർട്ടി, ഹിന്ദു മഹാസഭ, രാംരാജ്യ പരിഷത്ത് എന്നീ ചെറുപാർട്ടികളും രംഗത്തുണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണ രീതികൾ പലതും ഇപ്പോഴത്തേതുപോലെ തന്നെ ആയിരുന്നു. വമ്പൻ റാലികൾ, പൊതുയോഗങ്ങൾ, വീട് വീടാന്തരം കയറിയിറങ്ങിയുള്ള വോട്ടുപിടുത്തം തുടങ്ങിയവ. CPIക്ക് മാത്രമാണ് റേഡിയോ വഴി പ്രചാരണം നടത്താനായത്. താഷ്കന്റിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന റേഡിയോ മോസ്കോ വഴിയായിരുന്നു ഇത്. പ്രചാരണ രംഗത്തെ താരം ആരെന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടായിരുന്നില്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആദ്യ തിരഞ്ഞെടുപ്പിന്റെ അജണ്ട തീരുമാനിച്ചത്. ലുധിയാനയിൽ 1951 സെപ്റ്റംബർ 30 നെഹ്റു തന്റെ പ്രചാരണത്തിന് തുടക്കമിട്ടു. അതൊരു ഗംഭീര തുടക്കമായിരുന്നു. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ ഡൽഹിയിൽ നെഹ്റു പ്രസംഗിച്ചു. ഏതൊരുവൻ മതത്തിന്റെ പേരിൽ മറ്റൊരുവിന്റെ മേൽ കൈയുയർത്തുന്നോ, എന്റെ അവസാന ശ്വാസം വരെയും അവനെ ഞാൻ നേരിടും, പ്രധാനമന്ത്രി എന്ന നിലയിലും അല്ലാതെയും. അതെ, വർഗീയതയായിരുന്നു നെഹ്റുവിന്റെ പ്രചാരണ വിഷയം. 9 ആഴ്ച ഇടതടവില്ലാത്ത പ്രചാരണം. രാജ്യത്തിന്റെ ഒരറ്റം മുതൽ മറ്റേയറ്റം വരെ നെഹ്റു എത്തി. 40,000 കിലോമീറ്റർ യാത്ര ചെയ്തായിരുന്നു ആ പ്രചാരണം. 3.5 കോടി ജനങ്ങളെ നെഹ്റു പ്രചാരണകാലത്ത് നേരിൽ കണ്ടു എന്നാണ് കണക്ക്. ആദ്യത്തെ തെരഞ്ഞെടുപ്പിന് പണ്ഡിറ്റ് നെഹ്റു ഇവിടെ തിരുവനന്തപുരത്ത് വന്നപ്പോൾ തിരുവനന്തപുരത്തുള്ള സ്റ്റേഡിയത്തിൽ അദ്ദേഹം 1 മണിക്കൂർ ഗംഭീരമായി പ്രസംഗിച്ചു. ആ പ്രസംഗം കഴിഞ്ഞ അവസാനത്തിൽ ഒരക്ഷരം പോലും അദ്ദേഹം പറഞ്ഞില്ല കോൺഗ്രസിന് വോട്ട് ചെയ്യണം എന്ന് അദ്ദേഹം പറഞ്ഞതേയില്ല. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ പ്രശ്നം നമ്മൾ ഒരുമിച്ച് നേരിടണം, ഒരുമിച്ച് നേരിട്ട് ഈ രാജ്യത്തിനെ ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് എന്ന് പറഞ്ഞതല്ലാതെ അത്ര വലിയ ജനാധിപത്യ വിശ്വാസിയായിരുന്നു അദ്ദേഹം. വിജയിപ്പിക്കാനുള്ള അഭ്യർത്ഥന നൽകൽ മാത്രമായിരുന്നില്ല നെഹ്റുവിന് തെരഞ്ഞെടുപ്പ് പ്രചാരണം. ജനങ്ങളെ ജനാധിപത്യം പഠിപ്പിക്കാനുള്ള അവസരം കൂടിയായിരുന്നു. വോട്ടെന്നാൽ എന്താണെന്നും എന്തുകൊണ്ട് വോട്ട് ചെയ്യണമെന്നും നെഹ്റു ആവർത്തിച്ചു പറഞ്ഞു. എതിർപക്ഷത്തുള്ള അംബേദ്കർ, കൃപലാനി, JP തുടങ്ങിയ തന്റെ പഴയ സുഹൃത്തുക്കളെ പ്രചാരണത്തിനിടെ പുകഴ്ത്തിക്കൊണ്ട് നെഹ്റു എതിരാളികളെപ്പോലും അതിശയിപ്പിച്ചു. ലോകം മുഴുവൻ ഉറ്റുനോക്കുകയായിരുന്നു. 80% നിരക്ഷരരായ ഒരു ജനത അവരുടെ സമ്മതിദാനാവകാശം ആദ്യമായി വിനിയോഗിക്കുന്നത് എങ്ങനെയെന്നായിരുന്നു ഏവർക്കും അറിയേണ്ടിയിരുന്നത്. അതിന് ഒരു ഉത്തരം കൊടുക്കുക ഇന്ത്യയുടെ ഉത്തരവാദിത്തമായിരുന്നു. 1951 ഒക്ടോബർ 25 ഹിമാചൽ പ്രദേശിലെ ചിനിയിലെ തഹ്സിൽ പ്രദേശത്തെ നാട്ടുകാരായിരുന്നു ആദ്യം വോട്ട് ചെയ്ത ഇന്ത്യക്കാർ. ടിബറ്റിലെ പഞ്ചൻ ലാമയുടെ അനുയായികളായിരുന്നു ഇവിടത്തുകാരിൽ കൂടുതലും. വോട്ടെടുപ്പ് ആദ്യം ഇവിടെയായതിനും കാരണമുണ്ട്. മഞ്ഞുകാലം വരും മുമ്പ് ഇവിടെ വോട്ടെടുപ്പ് നടക്കണം. വൈകിയാൽ മഞ്ഞുവീണ് ലോകവുമായി തഹ്സീൻകാരുടെ ബന്ധം മുറിയും. ഇന്ത്യയിൽ ആദ്യ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ ആ ദിവസം തന്നെയായിരുന്നു ഇന്ത്യയുടെ പഴയ ഭരണാധികാരികളായിരുന്ന ബ്രിട്ടനിലും പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിക്കാരെ പരാജയപ്പെടുത്തി വിൻസ്റ്റൺ ചർച്ചിൽ ഉടൻ തന്നെ ഭരണത്തിൽ തിരിച്ചെത്തി. പക്ഷേ ഇന്ത്യയിലെ ഫലമറിയാൻ ഫെബ്രുവരി വരെ കാത്തിരിക്കേണ്ടി വന്നു. ഇന്ത്യ അതിന്റെ ജനാധിപത്യ ഉത്സവം ആരംഭിച്ച 1951 3 ലോക നേതാക്കളാണ് ദാരുണമായി കൊല ചെയ്യപ്പെട്ടത്.
അയൽ രാജ്യമായ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ലിയാഖത്ത് അലി ഖാനെ കൂടാതെ ജോർദാൻ രാജാവും ഇറാനിലെ പ്രധാനമന്ത്രിയും അക്കൊല്ലം കൊല്ലപ്പെട്ടു. ചരിത്രത്തിൽ ചോരക്കറ വീണ ആ വർഷം ഇന്ത്യയിൽ നിന്നുള്ള വാർത്ത നല്ലതോ ചീത്തയോ എന്നറിയാൻ ലോകം കാതോർത്തു. ഇന്ത്യയിൽ പോളിംഗ് ദിനങ്ങൾ വോട്ടർമാർ ആഘോഷമാക്കി. ഏറ്റവുമധികം പോളിംഗ് നടന്നത് നമ്മുടെ കോട്ടയത്താണ്, 80.5%. മധ്യപ്രദേശിലെ ഷഡോളറിൽ ആയിരുന്നു കുറഞ്ഞ പോളിംഗ്, 18%. ഭൂരിപക്ഷം നിരക്ഷരർ പങ്കെടുത്ത വോട്ടെടുപ്പിന്റെ വിജയമറിയണമെങ്കിൽ അസാധു വോട്ടിന്റെ കണക്ക് നോക്കണം. വെറും 4% താഴെയായിരുന്നു അസാധു വോട്ട്. പോളിംഗ് 50%-നടുത്ത് രേഖപ്പെടുത്തി. അക്രമം കുറവായിരുന്നു, ക്രമക്കേടുകളും. 817 കള്ളവോട്ട് കേസുകൾ മാത്രമായിരുന്നു രേഖപ്പെടുത്തിയത്. രാജ്യത്തൊട്ടാകെയുണ്ടായ തെരഞ്ഞെടുപ്പ് കുറ്റകൃത്യങ്ങളാകട്ടെ വെറും 1250. ഈ വിജയത്തിന്റെ അംഗീകാരമെന്നോണം സുകുമാർ സെൻ പുതുതായി സ്വാതന്ത്ര്യം നേടിയ പല രാജ്യങ്ങളുടെയും തെരഞ്ഞെടുപ്പ് ഉപദേശകനായി. അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 401 മണ്ഡലങ്ങളുണ്ടായിരുന്നു. ഇതിൽ 86 മണ്ഡലങ്ങൾ ദ്വയാംഗ മണ്ഡലങ്ങളായിരുന്നു. അതായത് അവിടങ്ങളിൽ വോട്ടർമാർക്ക് 2 പ്രതിനിധികളെ തിരഞ്ഞെടുക്കാം. ഒരാളെ സാധാരണ പ്രതിനിധിയായും ഒരാളെ പിന്നാക്ക പ്രതിനിധിയായും. അങ്ങനെ 401 ഏകാംഗ മണ്ഡലങ്ങളും 86 ദ്വയാംഗ മണ്ഡലങ്ങളും ഒരു 3 അംഗ മണ്ഡലവും അടക്കം ആകെ സീറ്റ് 489. വോട്ടെണ്ണി ഫലം വന്നപ്പോൾ അത്ഭുതങ്ങൾ ഒന്നും സംഭവിച്ചില്ല. 364 സീറ്റും കോൺഗ്രസിന്. കോൺഗ്രസിന് ആകെ കിട്ടിയത് 45% വോട്ട്. സംസ്ഥാന നിയമസഭകളിൽ ഉൾപ്പെടെ കിട്ടിയത് 75% സീറ്റ്. ആദ്യ ലോക്സഭയിലെ കക്ഷിനില ഇങ്ങനെയാണ്: കോൺഗ്രസ് 364, CPI 23, സോഷ്യലിസ്റ്റ് പാർട്ടി 12, KMPP 9, ജനസംഘം 3, ഹിന്ദു മഹാസഭ 4, സ്വതന്ത്രർ 41. കാര്യങ്ങൾ വ്യക്തമായിരുന്നു. നെഹ്റു തന്നെ പ്രധാനമന്ത്രിയാകണമെന്ന് ജനം ആഗ്രഹിച്ചു. എന്നാൽ 50%-ലധികം വോട്ട് കോൺഗ്രസ് പാർട്ടിക്ക് നൽകിയതുമില്ല. വേറെയും ഉണ്ടായിരുന്നു സവിശേഷതകൾ ആദ്യ ഫലത്തിന്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് മൊറാർജി ദേശായി ബോംബെയിൽ തോറ്റു. ആദ്യ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയത് ആന്ധ്രാപ്രദേശിൽ നിന്ന് മത്സരിച്ച CPI സ്ഥാനാർത്ഥി രവിനാരായൺ റെഡ്ഡിയായിരുന്നു. ഭരണഘടനാ നിർമ്മാണത്തിൽ വലിയ പങ്കുവഹിച്ച ഡോക്ടർ BR അംബേദ്കർ മുംബൈയിൽ തോറ്റു. കജ്രോൾക്കർ എന്ന പാൽ വിൽപ്പനക്കാരനായിരുന്നു അംബേദ്കറെ തോൽപ്പിച്ചത്. ജഗ്ജീവൻ റാം, VV ഗിരി, അബുൽ കലാം ആസാദ്, വിജയലക്ഷ്മി പണ്ഡിറ്റ്, ശ്യാമപ്രസാദ് മുഖർജി, സുജേത കൃപലാനി തുടങ്ങിയ പ്രമുഖർ വിജയിച്ച് ലോക്സഭയിലെത്തി. നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. കോൺഗ്രസും സെലക്ട് ചെയ്യണതിന് ഏബിൾ പഠിച്ചവരെ, ഇതിൽ വിശ്വാസമുള്ളവരെ, ഡെമോക്രസി ഇതിൽ വിശ്വാസമുള്ളവരെ, അതുമാതിരിയുള്ള ആൾക്കാരെ സെലക്ട് ചെയ്തിട്ടാണ് പാർലമെൻറ്റിൽ കൊണ്ടുവന്നത്. 52 ഹാഡ് എ വെരി ദിസ് തിങ്. അന്ന് ഓപ്പോസിഷൻ അധികമില്ല. നെഹ്റു എന്ത് പറഞ്ഞാലും നെഹ്റുവിനെ കാണാൻ വേണ്ടി എല്ലാവരും ഓടും. കാലത്ത് കണ്ടാലും ഉച്ചയ്ക്ക് കാണണം, ഉച്ചയ്ക്ക് കണ്ടാലും വൈകുന്നേരം കാണണം. എല്ലാ ദിക്കും ഞങ്ങൾ ഓടും. ഐ വാസ് എ കബ് റിപ്പോർട്ടർ ഇൻ ദോസ് ഡേയ്സ്. അത് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ കേരളം എങ്ങനെ പ്രതികരിച്ചു എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഓർക്കണം, ഇന്നത്തെ കേരളമല്ല അന്നത്തെ കേരളം. തിരുവിതാംകൂർ, കൊച്ചി, പിന്നെ മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായുള്ള മലബാറും. രാജ്യം ശ്രദ്ധിച്ച ഒട്ടേറെ പോരാട്ടങ്ങൾ ഇവിടെയും നടന്നു. മലബാറിൽ 5 മണ്ഡലം, അതിൽ ഒരു ദ്വയാംഗ മണ്ഡലം ഉള്ളതിനാൽ 6 പേരെ തിരഞ്ഞെടുക്കാം. തിരുക്കൊച്ചിയിൽ ദ്വയാംഗ മണ്ഡലം ഉൾപ്പെടെ 12 സീറ്റ്. അങ്ങനെ ഇന്നത്തെ കേരളത്തിന് ആകെ 18 പേരുടെ പ്രാതിനിധ്യം. മദ്രാസിലെ കണ്ണൂരിൽ നിന്ന് ജയിച്ചത് സാക്ഷാൽ AKG. തോൽപ്പിച്ചതോ KPCC അധ്യക്ഷനായിരുന്ന CK ഗോവിന്ദൻ നായരെയും. മലബാറിലെ തന്നെ പൊന്നാനിയിൽ നിന്ന് കേരളഗാന്ധി എന്നറിയപ്പെട്ട K കേളപ്പൻ വിജയിച്ചു. കൃപലാനിയുടെ KMPP-യുടെ സ്ഥാനാർത്ഥിയായിരുന്നു കേളപ്പൻ. ഇടത് സ്വതന്ത്രയായി ആനി മസ്ക്രീനും RSP സ്ഥാനാർത്ഥിയായി ശ്രീകണ്ഠൻ നായരും ജയിച്ചു. ഇതോടൊപ്പം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മദ്രാസ് സംസ്ഥാനത്തിലെ കൂത്തുപറമ്പിൽ നിന്ന് അന്ന് ജയിച്ചത് VR കൃഷ്ണയ്യരായിരുന്നു. കൂത്തുപറമ്പ് അക്കാലത്ത് കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറഞ്ഞാൽ തലശ്ശേരിയൊക്കെ അതിൽ പെടും. തലശ്ശേരിയിലെ ഒരു ഭാഗം മുഴുവൻ കൂത്തുപറമ്പ് നിയോജകമണ്ഡലത്തിലാണ് പെടുക. അങ്ങനെ ആദ്യത്തെ വോട്ട് തലശ്ശേരിയിൽ നിന്നാണെങ്കിലും അത് യഥാർത്ഥത്തിൽ കൂത്തുപറമ്പിൽ നിന്നാണ് വോട്ട് ചെയ്തത്. അത് കോൺഗ്രസ് പാർട്ടി എൻ്റെ എതിർപക്ഷമായിരുന്നു. ഞാൻ കോൺഗ്രസ് എതിരെ സ്ഥാനാർത്ഥിയായിരുന്നു. നെഹ്റു അതാണ് ഈ സ്വതന്ത്രന്മാർക്ക് രാഷ്ട്രീയത്തിൽ സ്ഥാനമില്ല എന്നൊക്കെ ശക്തിയായി എന്നെ എതിർത്ത് പ്രസംഗിച്ചു. പക്ഷേ അദ്ദേഹത്തെ സ്ഥാനാർത്ഥി ഞാൻ തോൽപ്പിച്ചു. പ്രതിപക്ഷബലം തീരെ കുറവായതിനാൽ പ്രതിപക്ഷ നേതാവ് എന്ന ഔദ്യോഗിക പദവി ഉണ്ടായിരുന്നില്ല. ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയുടെ നേതാവ് എന്ന നിലയിൽ AKGക്കായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം.
ഏകകക്ഷി ആധിപത്യമായിരുന്നെങ്കിലും സഭാപ്രവർത്തനം കാര്യക്ഷമമായിരുന്നു. സക്രിയമായ പ്രതിപക്ഷം അംഗത്തിൽ കുറവെങ്കിലും നന്നായി പ്രവർത്തിച്ചു. നെഹ്റുവിന്റെ പ്രതിപക്ഷ ബഹുമാനം ആദ്യ സഭയെ അന്തസ്സുള്ള സഭയാക്കി മാറ്റി. പശ്ചിമ ബംഗാളിലും കേരളത്തിലും ത്രിപുരയിലും മറ്റ് സ്ഥലങ്ങളിൽ നിന്നുമെല്ലാം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന പാർലമെൻറ്റ് അംഗങ്ങളുടെ ഒരു നേതാവായി, അംഗീകൃത നേതാവിനേക്കാൾ ഒരു നേതാവായിട്ട് എ.കെ.ജിയെ പിന്നെ പണ്ഡിറ്റ്ജി അടക്കമുള്ള ആളുകൾ കാണുകയും ബഹുമാനിക്കുകയും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ ശ്രദ്ധയോടുകൂടിയിട്ട് ചെവി നൽകുകയും മാറ്റിവെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉള്ളൊരു സ്ഥിതിയായിരുന്നു അന്നുണ്ടായിരുന്നു 52-ൽ. സർക്കാർ രൂപീകരിച്ച ശേഷം വിഭജനമുണ്ടാക്കിയ സാമ്പത്തികവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങൾക്ക് നെഹ്റു മരുന്നു തേടി. വ്യവസായവൽക്കരണത്തിനും പുതുകാലത്തെ ജീവിതത്തിനായി രാജ്യത്തെ തയ്യാറാക്കലും പ്രധാനമായി കണ്ടു. വലിയ അണക്കെട്ടുകൾ, കൂറ്റൻ വ്യവസായശാലകൾ, ആണവോർജം എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുത്തു. ഭരണഘടനാ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാനും സംവിധാനം ഉറപ്പിക്കാനും ശ്രമങ്ങൾ നടത്തിയതായിരുന്നു നെഹ്റുവിൻ്റെ വലിയ നേട്ടങ്ങൾ. അങ്ങനെ നെഹ്റു നല്ല ഭരണകർത്താവായിരുന്നു, നല്ല സ്വഭാവമായിരുന്നു. രാജ്യത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ വെൽഫെയറിന് വേണ്ടി മാത്രം പ്രവർത്തിച്ചതായത് മഹാപൗരനായിരുന്നു ജവഹർലാൽ നെഹ്റു. ഞാൻ അദ്ദേഹത്തെ ആരാധിച്ചതായ കൂട്ടത്തിലായിരുന്നു. അദ്ദേഹവും ഞാൻ അതിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഉള്ളിൽ പോളിറ്റിക്സിൽ വി വർ സോ ക്ലോസ് ടു ഈച്ച് അതർ എന്നാണ് എൻ്റെ അഭിപ്രായം. പാർലമെന്റിനെ ബഹുമാനിക്കാനും എല്ലാ വിഷയങ്ങളും ചർച്ചയ്ക്കെടുക്കാനും അദ്ദേഹം ക്ഷമ കാണിച്ചു. പൗരാവകാശങ്ങളും നിയമങ്ങളും പാലിക്കുമെന്ന് ഉറപ്പുവരുത്തി. ക്യാബിനറ്റ് പ്രവർത്തനത്തിലും ഫെഡറലിസത്തിലും പുത്തൻ പരീക്ഷണങ്ങൾ നടത്തി. സിവിൽ സർക്കാരിനെ പട്ടാളത്തിന് മുകളിൽ നിർത്തി. പ്രതിരോധ ചെലവ് മൊത്തവരുമാനത്തിന്റെ 2% താഴെ നിർത്തി. രാഷ്ട്രീയം സൈന്യത്തെയോ സൈന്യം സർക്കാരിനെയോ സ്വാധീനിക്കാതിരിക്കാൻ നിതാന്ത ശ്രദ്ധ വെച്ചു. ആദ്യ തെരഞ്ഞെടുപ്പ് അങ്ങനെ ശുഭസൂചകമായിരുന്നു. രാജ്യം അതിൻ്റെ സംവിധാനത്തിൽ വിശ്വാസം രേഖപ്പെടുത്തി. ഭരണഘടനയ്ക്കും അതിൻ്റെ സ്ഥാപനങ്ങൾക്കും അംഗീകാരം കിട്ടി. നെഹ്റു യുഗം എന്ന ചരിത്ര പുസ്തകങ്ങൾ തലക്കെട്ടിടുന്ന ആ കാലത്തിന് നേരിടാനുള്ള വെല്ലുവിളികൾ പിന്നെയും ബാക്കിയുണ്ടായിരുന്നു. ലോകം നെഹ്റുവിനെയും രാജ്യത്തെയും ഉറ്റുനോക്കി. രാജ്യവും നെഹ്റുവും പിന്നീട് നടന്ന വഴികൾ കണ്ടറിയാം ഇന്ത്യൻ ഓട്ടുകഥയുടെ അടുത്ത ഭാഗത്തിൽ. A great son of India, the Buddha, said that the only real victory is one in which all are equally victorious and there is defeat for no one. In the world today, that is the only practical victory. Any other way will lead to disaster.